നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ഗ്രൂപ്പിൽ അവരുടെ അവസാന മത്സരം കളിക്കുകയാണ്. എതിരാളികൾ യുവൻറ്റസ് ആണ്. ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമുകളും റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ആരാണ് ഗ്രൂപ്പിൽ ഒന്നാമത് വരിക, രണ്ടാമത് ആരാവും, അതനുസരിച്ചാണല്ലോ ഫിക്സറിൽ എതിരാളികൾ ആരാവും എന്നുള്ളത് ഉറപ്പാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാനം നിർണ്ണയിക്കാനുള്ള പോരാട്ടമാണ് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ കളി നടക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെപ് ഗാർഡിയോള നിരാശാജനകമായൊരു വാർത്ത പങ്കുവച്ചു. ക്ലോഡിയോ എച്ചുവേരിക്ക് കളിക്കാൻ പറ്റില്ല. അതൊരു വല്ലാത്ത സങ്കടമാണ്. കാരണം കഴിഞ്ഞ കളിയിൽ കിടിലൻ ഫ്രീ കിക്ക് ഗോളൊക്കെ നേടിക്കൊണ്ട് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്ന അർജൻറ്റീൻ യുവ സൂപ്പർ താരമാണ് ക്ലോഡിയോ എച്ചുവേരി. പക്ഷേ കഴിഞ്ഞ കളിയിൽ തന്നെ അദ്ദേഹത്തിന് ആംഗിളിന് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് താരത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. കോച്ച് പറഞ്ഞത് എച്ചുവേരി ഒരു പക്ഷേ 2-3 ആഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്ലബ്ബ് വേൾഡ് കപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുന്ന സ്ഥിതിവിശേഷമായിരിക്കും സിറ്റി മുന്നോട്ട് പോകുമ്പോഴും സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. തീർച്ചയായിട്ടും അൺഫോർച്ചുനേറ്റ് ആണ്, എച്ചുവേരി ഔട്ടാണ്. ഒരു പക്ഷേ 2-3 ആഴ്ചക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ ടീമിനെ റൊട്ടേറ്റ് ചെയ്യും, പുതിയ താരങ്ങളെ വെച്ചുകൊണ്ട് ഇറങ്ങും. വി ആർ ഗോയിങ് ടു ബ്രിങ് ഇൻ ന്യൂ പ്ലെയേഴ്സ്. അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാളെ മാത്രമേ, ഇത് അദ്ദേഹം ഇന്നലെ പറയുകയാണ്, നാളെ മാത്രമേ ലൈനപ്പിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. കാരണം സെക്കൻഡ് ഹാഫ് കൂടി മനസ്സിൽ കണ്ടു വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. ഈ കണ്ടീഷനുകളിൽ നമ്മൾ 90 മിനിറ്റ് ഒരേ പേസിൽ മുന്നോട്ട് പോവുക എന്ന തരത്തിൽ പ്രിപ്പറേഷൻ നടത്താൻ പറ്റില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അത് ചൂടും മറ്റു കാര്യങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. നല്ല ചൂടാണ് US-ലുള്ളത്. അതുകൊണ്ട് തന്നെ പല യൂറോപ്യൻ ടീമുകൾക്കും അതൊരു തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ മാൻ മാനേജ്മെൻറ്റ് നടത്തുന്നു എന്നതിനനുസരിച്ചാണ് കളിയുടെ റിസൾട്ടുകൾ വരാൻ പോകുന്നത്. അപ്പോൾ ചൂടിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത കാര്യമാണല്ലോ അത്. വളരെ ഹോട്ടാണ്, ശരിയാണ്. എല്ലാ ടീമുകളും ഇതേ വിഷയം നേരിടുന്നില്ലേ? ഞാൻ അർത്ഥത്തിൽ അതിനെ കാണുന്നുള്ളൂ. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴും ആളുകൾക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണെന്നുള്ളത്. ബട്ട് യെസ്, ഞങ്ങൾ ഇത് സഫർ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ എന്നുകൂടി കോച്ച് പെപ് ഗാർഡിയോള പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.